മനസ്സമാനത്തോടെ അത് ചെയ്യാൻ സമ്മതിക്കില്ല. പരീക്ഷ ഫോണ് ആവാസേ എവിടേക്കടേ? ജംഗ്ഷനിലാ? ഓ ഞാൻ പറഞ്ഞില്ലടേ. ഒരു മൂടില്ല. ശരിയടാ. ഓ ശരി. മക്കളെ എന്ത് നോക്കണേ? അമ്മയുടെ ഫോണ്. അയ്യോ നോക്ക് പെട്ടെന്ന് കണ്ടുപിടി. അയ്യോ എങ്ങനെ കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. ഒരു സമാനമില്ല അവളെ ഫോണ്. അച്ഛാ അച്ഛാ ഫോൺ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കിച്ചാ. അച്ഛാ ഫോൺ എടുത്ത് കൊടുക്കിച്ച. എത്ര നേരം തപ്പണ്? ഫോൺ കൊടുക്കൂല. ഫോൺ കൊടുക്കൂല. ഫോണ് കയ്യിലുണ്ടല്ലേ? ഉണ്ട്. കൊടുക്കാ. എത്ര നേരം തപ്പണ എല്ലാരും കൂടി? കൊടുക്കൂല. അമ്മ ഫോൺ അച്ഛന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞില്ല അപ്പൊ തന്നെ എടുത്ത് ഫോൺ എടുക്ക്. ഫോൺ തരൂല. ഫോൺ തരൂല. എന്റെ ഫോൺ എന്തിനാ നിങ്ങൾ എടുത്തു വെച്ചേക്കണേ? ഫോൺ എങ്ങനെ തരാൻ? എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാ എടുക്കടാ. കേശുവിടാ എടുത്തോ. ഇല്ലടാ വെറുതെ മനുഷ്യരെ വെറുതെ വട്ടാക്കടാ. അച്ഛൻ പറഞ്ഞു അവിടെ ഉണ്ടെന്ന്. അച്ഛൻ പറഞ്ഞു അവിടെ. ഇല്ല നിങ്ങൾ എന്തോന്ന് കാണിക്കണത്? അല്ലാതെ നേരം കണ്ടേ ഫോൺ ഞാൻ എടുത്തില്ല. പറഞ്ഞാടി ഇതാരും എടുത്ത് നോക്കണേ. എന്ത് കഷ്ടമാണ്. എനിക്ക് ഓഫീസിൽ നിന്ന് കുറെ മെസ്സേജ് വരാനുണ്ടെന്നേ. ആ ബാംഗ്ലൂർ കമ്പനിയിൽ നിന്നാണെങ്കിൽ ഒരു കൊട്ടേഷൻ വരാനുണ്ട്. ഇതൊക്കെ ഞാൻ നോക്കില്ല. എനിക്ക് തന്നെ ഓഫീസിൽ പ്രശ്നമാണത്. ബാംഗ്ലൂര് കമ്പനി കൊട്ടേഷൻ നിന്റെ ജോലി തെറിക്കോടി. പകരം സുഷമ മാനേജർ ആവും. ചുമ്മാ വെറുതെ ആവശ്യമില്ല വളവള വർത്താനം പറയാതെ. ആ ഫോൺ എവിടെ നോക്കി കണ്ടുപിടിക്കാൻ നോക്ക്. അല്ലെ കയ്യിലുണ്ടെങ്കിൽ എടുത്താ. അമ്മയുടെ ഞാൻ പറഞ്ഞില്ല. അമ്മ ആദ്യം ഒന്ന് ശാന്തമാവും എന്നിട്ട് ആലോചിച്ച് നോക്ക്. അമ്മ തേങ്ങ ഒതുക്കാൻ വല്ലതും കൊണ്ടുപോയിരുന്ന ഫോൺ പുറകില്? ഒന്ന് പോടാ. തേങ്ങ നിന്ന് പൊതിച്ചിട്ടൊന്നുമില്ല. അമ്മ മറ്റേ എന്തെങ്കിലും തുണി അലക്കാൻ വേണ്ടി കട്ടിലെടുത്തിട്ടില്ലേ? അങ്ങനെ എടുത്തിട്ട് അതിന്റെ ഇടയിൽ കൂടി വല്ല ഫോണും കുടുങ്ങി കാണാണ്ടായോ? അങ്ങനെ തുണി ഇന്ന് കഴുകാനായിട്ട് തുണിയൊന്നും എടുത്തില്ലല്ലോ. അല്ല അമ്മ അപ്പൊ വർക്കേരിയിലോട്ട് ഇറങ്ങിയായിരുന്നോ ഫോൺ കൊണ്ട്? വർക്കേരിയിൽ ഇറങ്ങി. പക്ഷെ ഫോണൊന്നും എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ വർക്കേരിയിൽ പോയി നോക്കാം. അവിടെ നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ കുന്നം പോയ കുടത്തിലും തപ്പലെന്നാണല്ലോ. എന്നാ പോയി തപ്പ്. എന്നാ തപ്പലും പോ. എന്ത് കഷ്ടമാണ് ഇത്. ഈ ഫോൺ തപ്പെടുക്കാൻ നോക്ക്. നോക്കട്ടെ എന്താണെങ്കിലും. തപ്പടാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഫോണും കൊണ്ട് പലയിടത്തും കളഞ്ഞിട്ട് മറ്റുള്ളവൻ്റെ നെഞ്ചിൽ കുതിര കയറും. നമുക്കാണ് വഴി. ഒന്നുമില്ല. ഫോണ് കാണാനില്ല. വഴി നമുക്ക്. നമ്മളിവിടെ വെറുതെ കിടക്കുകയല്ലേ. ആർക്കൂടെ നെഞ്ചത്ത് കയറാനല്ല. പൊങ്കാലയിടാനല്ല. ആര് പാവം? ഫോണ് കാണാത്തന്നെ പാവം പിടിച്ച അച്ഛനും അവൾ ഓരോന്ന് പറയണത്. മിക്കവാറും അച്ഛൻ്റെ കയ്യിൽ നിൻ്റെ അമ്മ വാങ്ങിക്കും. പക്ഷേ ഞാൻ കൊടുക്കും. എന്തെങ്കിലും തരാണ്ടെങ്കിൽ ഇങ്ങനെ തന്നേക്ക്. എന്റെ ഫോൺ കിട്ടിയില്ലെങ്കിൽ ബാലു ഒന്ന് വിവരം അറിയും. പറഞ്ഞില്ല എന്ന് വേണ്ട. അമ്മ ഇപ്പൊ ഇങ്ങോട്ടാണോ വന്നേ? അമ്മയുടെ റൂമിലോട്ടല്ലേ വന്നേ? അങ്ങോട്ട് പോമ്മ. എന്തായാലും ഫോൺ എടുത്തോ. എന്താ അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇനി നോക്കാം. ഒരു സ്ഥലം ബാക്കിയില്ല. ഇനി ഒരു സ്ഥലം കൂടെ ബാക്കിയുള്ളൂ. എവിടെ? നീ ഫോൺ കിടക്കുന്ന സ്ഥലത്ത് നോക്കിയാ? അയ്യോ അത് ശരിയാണ്. അച്ഛാ കളിക്കല്ലേ അമ്മ? അമ്മ എന്ത്? ഞാൻ ഇപ്പഴാണ് ഓർമ്മിച്ചത്. എന്തോ ഓർമ്മിച്ചത്? കൊറേ മുമ്പേ അമ്മയുടെ
അച്ഛൻ്റെ കയ്യില് അമ്മയുടെ ഫോൺ ഇരിക്കുന്നുണ്ട്. എന്റെ ഫോൺ അച്ഛൻ്റെ കയ്യില്ല. ഉം. സത്യമാണോ? ആ ഞാൻ നോക്കിയപ്പോഴേ മാറ്റി കളഞ്ഞു. എവിടെ വെച്ചത്? മേശയിൽ തന്നെ ഉണ്ട് അച്ഛൻ്റെ. അമ്മ ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ അമ്മ. നോക്കട്ടെ കാശു, അവിടെ പിന്നെ നോക്കണം. എന്താടേ നോക്കട്ടെ, നോക്ക് ആശ തീരുത്തര നോക്ക് നോക്ക്. ഡേയ്, അമ്മ എന്തമ്മ നമ്മള് നോക്കിയതല്ല അമ്മ അവിടെ. നോക്ക് നോക്ക് അവിടെ അവിടെ നോക്ക്, എല്ലായിടത്തും നോക്ക്, എല്ലായിടത്തും നോക്ക്. ഭ്രാന്തടാ നോക്ക്. ഏയ് ഫോണ് കിട്ടി. അയ്യോ നിങ്ങളെ ഞാനുണ്ടല്ലോ. ഇത്രയും നേരം ഞാൻ ഈ ഫോൺ അന്വേഷിച്ചു എന്നിട്ട് നിങ്ങൾ പറഞ്ഞാന്ന്. മുറിഞ്ഞേട്ടാ എന്താടാ ഫോൺ കിട്ടി. ഫോൺ കിട്ടിയാ? കിട്ടി. എവിടുന്ന്? അച്ഛൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അച്ഛൻ തീരെ കുട്ടികളെ കളിക്കില്ലട്ടാ. ഇത്ര നേരം ഞങ്ങൾ ചോദിച്ചല്ലേ ഫോൺ എവിടെയാണെന്ന്. ഇത് തമാശയാ? ദൈവത്തിനാണ് എന്നാണ് എന്റെ മോൾ. അയ്യോ വേണ്ടേ. അച്ഛാ മേലെ ഇമാതിരി പരിപാടി കാണിക്കില്ല കേട്ടാ. മക്കളെ ക്യാഷു പോച്ചവിടുന്നു. രച്ചുവേ ഇവിടെ ഇല്ല, കുഴിപ്പുറത്ത് പോയി. മുടി നീ എങ്ങനെ വിശ്വസിക്കണേ? ജന്മത്തിൽ വിശ്വസിക്കില്ല. ഞാനല്ലട എടുത്തത്. ഇതാരത് എന്താണ് നോക്കണത്? തനി നടന്നൊന്ന് കയറിയതായിരിക്കും അല്ലേ അതിന്റെ അടിയിലോട്ട്. എങ്ങനെയത് സത്യമായിട്ട് നീരും എനിക്ക് അണഞ്ഞൂറ്. ഇതെങ്ങനെ എന്റെ മേശക്കെത്ത്? ഈ മൊബൈലായിട്ട് നിങ്ങളെ വാലിട്ട് ഞാൻ കുത്തിക്കയറ്റോണ്ട്. ആ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇത്ര നേരമായിട്ട് എന്നെ ചുറ്റിക്കറക്കിയേക്കണേ അല്ലേ? ആ പിള്ളേരെ കൊണ്ട് കാശു ഇച്ചിരി ചുണ്ടുപോടാ. കണക്കായിപ്പോയി. എന്ത് ചിരിക്കണേ? എന്തോ ആലോചിച്ച് ചിരിക്കാണ്. എന്തോ ആലോചിക്കണത്? ഞാനാ ഫോൺ എടുത്തത്. എടി കള്ളി നീയാ. പിന്നെന്താ പറയാത്തത്? നേരത്തെ എടുത്ത് വെളിയിൽ കൊണ്ടുപോയി. എന്നിട്ട് മാവും ചൂടി വെച്ച് മറന്ന്, പിന്നെ ഓർമ്മ കിട്ടിയില്ല. എന്നിട്ട് നേരെ എടുത്ത് അച്ഛൻ്റെ മേശക്കത്തുണ്ടോ ചെല്ലേ കള്ളി. ഇപ്പൊ കാണിച്ചുതരാ. നീലായി കാശു എടാ മുടി ഓടുക. ചതിക്കല്ലോ അച്ഛാ, ഞാൻ നോട്ടപ്പൊളിയാ. എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്താ എന്തൊരു വിളിച്ചെന്താ? ഓ ഒന്നുമില്ല, കാലിലൊരു കൊതു അടിച്ച്. അപ്പൊ ചൊറിയാൻ പറയുമ്പോ ചൊറിഞ്ഞു തരണത്. മിണ്ടാതിരുന്നോണം, ഇല്ലെങ്കിൽ നിങ്ങളെ ചൊറിച്ചിൽ ഞാൻ മാറ്റും.